അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ മലയാളത്തിൽ സാധാരണ ഒരു പ്രയോഗമുണ്ട്: കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഖുർആനിലും മറ്റും പറഞ്ഞു വരുന്ന ചരിത്രപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ കാലം മുതൽക്കാണ് മുസ്ലിങ്ങൾ, അതായത് അള്ളാഹു ഏകനാണ് എന്ന തത്വം ഉൾക്കൊള്ളുന്ന വിശ്വാസി സമൂഹം അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ കാലത്ത് നമ്രൂദ് രാജാവ് അദ്ദേഹത്തെ തീയിലെറിഞ്ഞ് കരിക്കാൻ ശ്രമിച്ചതും, അതുപോലെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നേരിട്ടതും, എന്തിനധികം സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ വരെ തയ്യാറായ ചരിത്രമാണ് ഹജ്ജിൻ്റെ ചരിത്രമായി നാം ഓർമ്മിക്കാറുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ നാം കേൾക്കുന്നു. അതായത് ആ കാലത്ത് ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ അവർ ഒരുപക്ഷെ തൻ്റെ ശത്രുവാകും എന്ന നിഗമനത്തോടു കൂടി ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയാൻ ശ്രമിച്ച ഒരു രാജാവ് ഫറോവ. അങ്ങനെ മൂസാ നബിയെയും അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചവരെയും നിരവധിയായ അക്രമങ്ങൾക്ക്, കഠിനമായ പീഡനങ്ങൾക്ക് ഇരയാക്കി വന്നു. ചരിത്രം തീരുന്നില്ല. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഓരോ രീതി പരീക്ഷണങ്ങൾ. എന്തിന്? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അത് ക്രിസ്ത്യാനികളുടെ ബൈബിളായിട്ടും പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ചരിത്ര സംഭവങ്ങളായിട്ടും നമുക്കറിയാം. അദ്ദേഹത്തെ കൊന്നുകളയാനാണ് ആ കാലത്തുള്ള ജൂത നേതാക്കന്മാർ ശ്രമിച്ചത്. അദ്ദേഹം ചോദിച്ചു, മൻ അൻസ്വാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഹവാരിയങ്ങൾ എന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ ചരിത്രവും നമുക്കറിയാം. അവരൊക്കെ നേരിട്ട പീഡനങ്ങൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ്. പിന്നെയും വന്നു അവസാന പ്രവാചകൻ, അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. നാം ഓരോ ബാങ്ക് വിളിയും കേൾക്കുമ്പോൾ നാം ഓർക്കുന്നു ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അദ്ദേഹം, അതുപോലെ യാസിറിനെ കുറിച്ച്, സുമയ്യയെ കുറിച്ച്. ഇങ്ങനെ ആ കാലത്തുള്ള വിശ്വാസികൾ നിരവധിയായ പരീക്ഷണങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക് ഇരയായി പലരും രക്തസാക്ഷികളായി. ഗത്യന്തരമില്ലാതെ ഒരു റമദാൻ മാസത്തിൽ പട്ടിണി പാവങ്ങളായ സ്വഹാബാക്കൾക്ക് ബദറിലേക്ക് യുദ്ധത്തിന് പുറപ്പെടേണ്ടി വന്നു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് പൊട്ടി. തീർന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം വീണ്ടും ഈ കഴിഞ്ഞ 1400 ചില്ലാനം വർഷങ്ങൾക്കിടയിൽ ഈ സമൂഹം നേരിട്ട പ്രതിസന്ധികൾ ചെറുതല്ല. അത് ലോകത്തിൻ്റെ നാനാഭാഗത്തും അനസ്യൂതമായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധി ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട് നാം പരീക്ഷിക്കും, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. അപ്പോഴെല്ലാം ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് എന്ന ചിന്തയോട് കൂടി ജീവിതത്തെ കാണുന്നവർക്കാണ്
വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അനുയായികളായ മുസ്ലിങ്ങളായ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മിൽ എത്ര പേര് അത് പഠിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയം. ഇസ്ലാം എപ്പോഴും നീതിയുടെ പക്ഷത്താണ്. അനീതി എവിടെ കണ്ടാലും മുസ്ലിമിന് അത് സഹിക്കാൻ പറ്റില്ല. അതായത് ഒരു ക്രിസ്ത്യാനിയായ ഒരാളെ കുറേ സംഘികൾ കൂടി തല്ലിക്കൊല്ലുന്നത് കാണുമ്പോൾ അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ലല്ലോ, അവനൊരു ക്രിസ്ത്യാനിയല്ലേ എന്ന് കരുതി മാറി നിൽക്കാൻ ഒരു മുസ്ലിമിന് കഴിയുന്നില്ല. കാരണം അവൻ്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആനും അതിനെതിരെ പ്രതികരിക്കാനാണ് അവനെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം നിശബ്ദരാക്കാൻ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് നമ്രൂദാണെങ്കിലും, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഫറോവയാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അബൂജഹലാണെങ്കിലും, ഈ കാലത്ത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണെങ്കിലും, ഫലസ്തീനിൽ ബെഞ്ചമിൻ നെതന്യാഹുവും അവിടുത്തെ പട്ടാളവുമാണെങ്കിലും, എല്ലാവരുടെയും പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒരേ താളമാണ്, ഒരേ ആശയമാണ്, ഒരേ ചിന്താധാരയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഓരോ രാജ്യത്തും അതിനോട് സന്ധിയാവാതെ, അതായത് അനീതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ചിലരുടെ അന്യായങ്ങളെ, അനീതികളെ മറ്റ് ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മസ്ജിദുകളും കനീസകളും അള്ളാഹുവിനെ വിളിക്കുന്ന സ്ഥാപനങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് സൂറത്ത് ഹജ്ജിൽ. അങ്ങനെ ഇനി നമ്മൾ ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നീതിയുടെ സ്വരം ഉയർത്തുന്ന ചിലരെങ്കിലും നമ്മുടെ നേതാക്കന്മാരായി വന്നിട്ടുണ്ട്. ബഹുഭൂരിഭാഗം നേതാക്കന്മാരും നമ്മൾ എത്ര നല്ലവരാണ്, അവർ വലിയ ജനപിന്തുണയുള്ളവരാണ് എന്ന് കരുതുന്ന മതപണ്ഡിതന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും അവരുടെ വ്യക്തി താല്പര്യങ്ങൾ വരുന്ന ഘട്ടത്തിൽ അവരുടെ ആശയങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആദർശങ്ങളെ അടിയറ വെക്കാറുണ്ട്. അത്തരക്കാരെ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അവർ നായയെ പോലെയാണ്. മസലുഹു ക മസലിൽ കൽബി എന്ന് തുടങ്ങുന്ന ഒരായത്തുണ്ട്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനെ കൊണ്ടാണ് പറഞ്ഞത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. പക്ഷേ ആ രൂപത്തിൽ ജീവിക്കുന്ന പണ്ഡിത നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും നമുക്കിടയിലുണ്ട്. ഒറ്റുകാർ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾ വിശ്വസിക്കുന്ന ആദർശം അല്ലെങ്കിൽ ആശയം, തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു നീതിക്ക് വേണ്ടിയാണോ തങ്ങൾ പോരാടുന്നത് അതിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, ജീവിതത്തിൻ്റെ ഊണിലും ഉറക്കിലും എന്ന വണ്ണം ആ രൂപത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്ന ഒരു വിഭാഗവും ഈ മുസ്ലിങ്ങളിൽ കാലാകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ള ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, എന്തായി അവരുടെ കാര്യം. ഇപ്പം നമുക്കറിയാം. ഇത് പറയാൻ കാരണം ഈ അടുത്ത ദിവസത്ത് നമ്മുടെ SDPIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായ MK ഫൈസിയെ പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇവിടുത്തെ സംഘി പ്രൊഫൈലുകളായ യൂട്യൂബർമാർ വലിയ തോതിൽ ആക്രോശിച്ചു. തോക്കുമായി ED-ക്കാർ വന്നപ്പോൾ എല്ലാ SDPക്കാരും മാളത്തിൽ ഒളിച്ചു, ആരും ഒന്നും ചെയ്തില്ല എന്ന്. ഒരു പക്ഷേ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ തന്നെ SDPIയെയും നിരോധിച്ചു എന്ന് വരെ വരാം.
അവർ അതിനു വേണ്ടി ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയൊരു നേതാവ് കഴിഞ്ഞ വർഷം നമുക്ക് മീഡിയകളിൽ കാണാൻ കഴിഞ്ഞു. മഞ്ചേരി സ്വദേശിയാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റിയിൽ എൻജിനീയറോ മറ്റോ ആയിരുന്നു. അദ്ദേഹത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ തിഹാർ ജയിലിൽ കൊണ്ടുപോയിട്ട് അടച്ചു. ആയിടെ അദ്ദേഹത്തിൻ്റെ മകള് ഡോക്ടറാകാൻ പഠിക്കുകയാണ്. ഡോക്ടറായി MBBS കഴിഞ്ഞു. പക്ഷേ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ആ കുട്ടി ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ്. അവരുടെ ജനാസ നിസ്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മകൾ മരിച്ചതിൻ്റെ പേരിൽ മാത്രം മയ്യത്ത് അടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് കിട്ടിയ അനുവാദത്തിൻ്റെ പുറത്ത് തോക്കേന്തിയ NIA സേനയുമായി അദ്ദേഹം വീട്ടിലെത്തി മകളുടെ മയ്യത്ത് നിസ്കാരത്തിനും മറ്റും നേതൃത്വം നൽകുന്ന രംഗം നാം കണ്ടതാണ്. അല്പം പോലും ഭയമില്ലാതെ, എന്തോ നമുക്കൊക്കെ ഈ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ സേനയുടെയൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ അയ്യോ എനിക്ക് എന്തോ സംഭവിക്കുന്നേ എന്ന ആശങ്ക ഉണ്ടാകുമല്ലോ. അങ്ങനെ അതുപോലെ തന്നെ സ്വന്തം മകളാണ് മരണപ്പെട്ട് കിടക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഡോക്ടറായി അവൾ സമൂഹ സേവനത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കാം അദ്ദേഹവും. പക്ഷേ അദ്ദേഹം ആ മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥന നാം എല്ലാവരും കണ്ടതാണ്. ഇനി കാണാത്തവർക്ക് യൂട്യൂബിലെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തെയാണ് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് ജയിലിൽ അടച്ചു കളയും, നിങ്ങളെ കാലാകാലം പുറം ലോകം കാണിക്കില്ല, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ തയ്യാറാകുന്ന ഈ കാലത്തെ ഫാസിസ്റ്റ് ശക്തികളെ കാണുമ്പോഴും നാം ഓർക്കേണ്ടത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് കൊല്ലാം, ജയിലിലടക്കാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ചരിത്രം ആവർത്തിക്കുകയാണ്. ഫലസ്തീനിൽ നാം കണ്ടു. ഫലസ്തീനെക്കുറിച്ച് എല്ലാവരും കരുതിയത് അവരുടെ ഏറ്റവും വലിയ നേതാവായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ പോലെയുള്ളവരെ കൊന്നുകളഞ്ഞാൽ ഹമാസ് കീഴടങ്ങും, തോറ്റ് എല്ലാ ആയുധങ്ങളും താഴെ വെക്കും എന്നാണ് കരുതിയത്. അതെന്തായി എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ അതിനെ റോൾ മോഡലാക്കിക്കൊണ്ട് അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരെ, അത് പ്രസ്ഥാനത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ജയിലിൽ അടച്ചാൽ, അവരെ തടഞ്ഞു വെച്ചാൽ ഭരണകൂടം മനസ്സിലാക്കേണ്ടത് ഒരാളെ കൊല്ലാം, അല്ലെങ്കിൽ ജയിലിലടക്കാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അവർ തോൽക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ അങ്ങ് കൊന്നുകളഞ്ഞാൽ അവർ മരിച്ചുപോയില്ല എന്ന് നമുക്ക് കരുതാമെങ്കിലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ജയിലിലടക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ വിശ്വാസ സംഹിതയിലേക്ക് കടന്നു വരും എന്നതാണ് ചരിത്രം. ആ ചരിത്രം ഒരിക്കലും പാഴാകുകയില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.